പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാറില്ല. ഞാൻ പറയാം, കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു നല്ല ട്രോള് വന്നു. ബിവറേജ് കോർപ്പറേഷൻ്റെ അലമാര കാണിച്ചു. മറ്റേ സാധനം എല്ലാം ഫുള്ളാണ്. നേരത്തെ ഇവിടെ 987 കോടി രൂപയുടെ ചിലവാന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ സപ്ലൈ മാർക്കറ്റ് മാവേലി സ്റ്റോറിൻ്റെ ഇത് കാണിച്ചു. ഒരു കുന്തമില്ല അവിടെ. അപ്പോൾ അത് ഭയങ്കരമായ പ്രശ്നവും. പിന്നെ നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താണ് നിങ്ങൾ ആ സബ്സിഡി ഐറ്റത്തിൻ്റെ വില വർദ്ധിപ്പിക്കില്ല എന്ന്. നിങ്ങൾക്ക് സബ്സിഡി ഐറ്റത്തിൻ്റെ ഞാൻ കച്ചവടം കുറയ്ക്കണമെന്നൊന്നും പറയില്ല, പേടിക്കണ്ട. എക്സൈസ് മന്ത്രിക്ക് ടെൻഷൻ, എന്നാൽ അവിടുത്തെ കച്ചവടം കുറഞ്ഞു പോകുന്നത്. അവർക്ക് ദോഷം നന്നായി നടക്കണമെന്നാണ് പറഞ്ഞത്. ഭയങ്കര ബിസിനസ് നടക്കണമെന്നാണ് പറഞ്ഞത്. മോശമായിട്ടൊന്നും പറയില്ല. സർക്കാരിലേക്ക് വരുമാനം വരുന്ന ഒരു മാർഗമാണ്. അതിനിടയ്ക്കിടയ്ക്ക് വില കൂട്ടരുതെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. കൂട്ടരുത്. വില കൂട്ടിക്കഴിഞ്ഞാൽ കൺസംഷൻ കുറയുമെന്നുള്ള തെറ്റായ ധാരണയാണ് മദ്യത്തിൻ്റെ വില കൂടിയിട്ട് ഇന്നലെ 3 പെഗ് കഴിച്ചിരുന്ന ഒരാൾ ഇന്ന് 2 പെഗ് ആക്കിയിട്ടില്ല. ഇത് കൂടിയതിൻ്റെ വിഷമത്തിൽ 4ാമത്തെ പെഗ് കൂടി കഴിക്കും. ഒന്ന്. രണ്ടാമത് പൈസ കുറയും. എവിടെ കുറയുന്നതെന്നറിയാമോ? വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും. വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസ കുറയുള്ളൂ, കുടിക്കുന്നതിൻ്റെ പൈസ കുറയില്ല. അതിൻ്റെ വിക്ടിംസ് ആകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അതുകൊണ്ട് ഞാൻ മദ്യത്തിന് വില കൂട്ടിയാൽ അത് കൺസംഷൻ കുറയുന്നുള്ള അഭിപ്രായക്കാരനല്ല. അതല്ല, വലുതായിട്ട് കുറയ്ക്കണ്ട, പക്ഷേ വല്ലാതെ അത് ചെയ്യുന്നത് ഇതൊക്കെ ഒരു മാർക്കറ്റിലെ ഓരോ സെക്ടറുകളാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. സാർ, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം